ഗുരുവായൂർ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. 2 മാജിക്കൽ അനുഭവം. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കണ്ണൻ നമ്മളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാനിങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു. കുറേ തവണ ഞാൻ ഗുരുവായൂർ പോയി കണ്ണനെ തൊഴുതിട്ട് വന്നിട്ടുണ്ട്. അന്ന് എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വന്നു. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണ, ഞാൻ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര ആൾക്കാർ ഇവിടെ വന്നു പോന്നു, ഒരാളെങ്കിലും നീ എന്നെ പരിചയമുള്ള കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒരു കളിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ണനോട് പറഞ്ഞാണ്. പിന്നെ ഞാൻ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ അന്ന് ഞങ്ങൾ തൊഴുതെല്ലാം ഇറങ്ങി നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ മമ്മിയൂർ പോയി തൊഴാൻ പോയി. അവിടെ തൊഴുത് ഇറങ്ങുന്ന സമയത്ത് ഒരാളെന്നെ പുറകിൽ നിന്ന് വിളിച്ചു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ ചേച്ചിയുടെ മോനായിരുന്നു, എൻ്റെ കസിൻ ചേച്ചിയുടെ മോന്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ അവിടെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവനെ കണ്ടപ്പം ഞാൻ കണ്ണനോട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നേ, അതും രാവിലെ സമയം 6:30-ക്ക്. അതേപോലെ ഞങ്ങൾ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് പാക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പാക്കറ്റ് മിച്ചം വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് കളഞ്ഞേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, വേണ്ട കളയണ്ട. ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആവശ്യക്കാർ ഇവിടെ ഒന്നും ഇല്ല, നമ്മളിനി കോട്ടയം ഇറങ്ങണം. ഞാൻ പറഞ്ഞു സാരമില്ല, എന്തായാലും കളയണ്ട, ആരെങ്കിലും ആവശ്യക്കാർ വരുമെന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ തോന്നിയതാണ് ആ സമയത്ത്. അപ്പം കറക്റ്റ് ഒരു ലേഡി വരുവാണ് ഇങ്ങനെ ഭിക്ഷ ചോദിച്ചുകൊണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് ഞങ്ങൾ ആ ഫുഡ് എടുത്തു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരിയുടെ മുഖത്ത് വന്ന് സന്തോഷം കാണണമായിരുന്നു. അവർ പറയാ, ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ അനുഭവങ്ങൾ? ആ ലേഡിയുടെ മുഖത്ത് വന്ന സന്തോഷം ഉണ്ടല്ലോ, അതിലൊരു കിക്കുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. അപ്പോൾ പിന്നെ കാണാവേ, ബായ്.